ഹലോ ഡിയർ സ്റ്റുഡൻസ്, നിമെക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബിസിനസ് റെഗുലേഷൻസിൻ്റെ ഒരു പാർട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മുടെ മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻ ബാങ്ക് അനാലിസിസിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10-30ഓളം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിങ്ങനെ എക്സാം ഫോക്കസ്ഡ് ആയിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ വീഡിയോസുകൾ നമ്മൾ ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ഇന്ന് അതിൻ്റെ പാർട്ട് 2 ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഒരു 31ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒന്നാണ്, ഹൂ ഈസ് കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട്. അതായത് കോൺട്രാക്റ്റിലോട്ട് ആർക്കൊക്കെയാണ് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി മുന്നേ പഠിച്ചിരുന്ന ഒരു കോൺട്രാക്റ്റിൽ നമുക്ക് എല്ലാവർക്കും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും, കുറച്ച് പേഴ്സൺസുകളെ ഒഴിച്ചു നിർത്തിയാൽ. ഓക്കെ, നമുക്ക് ആരൊക്കെയെന്ന് നോക്കാം. അതായത് 18 വയസ്സിന് താഴെയുള്ളവർക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദെൻ അൺസൗണ്ട് മൈൻഡ് ആയിട്ട് ആളുകൾക്കും പറ്റില്ല. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെയോ പറ്റുന്നുണ്ടാവുക. According to section 11, every person is competent to contract who he has attained the age of majority. 18 വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും കോൺട്രാക്റ്റിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്, അതായത് സൗണ്ട് മൈൻഡ് ആയിരിക്കണം. ഈ ലുണാറ്റിക് അല്ലെങ്കിൽ ബുദ്ധിക്ക് പ്രശ്നമുള്ളവരൊന്നും ആവാൻ പാടില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഒരാളായിരിക്കണം. ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം ദി കോൺട്രാക്റ്റിംഗ് ബൈ എനി ലോ. ഏതെങ്കിലും കോൺട്രാക്ട് ഓഫ് ലോയിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ട ആളായിരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു കോൺട്രാക്റ്റിലോട്ട് എൻ്റർ ചെയ്യാനുള്ള മെയിൻ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ മെയിൻ ആസ്പെക്റ്റ്. മൈനർ ആയിട്ടുള്ള ആളുകൾക്കും ലുണാറ്റിക്സും ഡ്രങ്കന് അങ്ങനത്തെ ആളുകൾക്കൊന്നും തന്നെ, അൺസൗണ്ട് ആയിട്ടുള്ള ആളുകൾക്കൊന്നും തന്നെ കോൺട്രാക്റ്റിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആരാണ് മൈനർ? ഓക്കെ, ഹൂ ഈസ് മൈനർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മൈനർ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് കഴിയാത്ത ആളായി നമ്മൾ മൈനർ എന്ന് പറയും. ഒരിക്കലും ഒരു മൈനർക്ക് ഇന്ത്യൻ നിയമപ്രകാരം കോൺട്രാക്റ്റിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. എ മൈനർ ഇസ് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് മെജോറിറ്റി പ്രിസ്ക്രൈബഡ് ബൈ ലോ. നമുക്കറിയാമല്ലേ, 18 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ. അതായത് 18 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ ഒരു ലോയുടെ പ്രിസ്ക്രിപ്ഷൻ്റെ അണ്ടറിൽ വരുന്ന കാരണം തന്നെ 18 വയസ്സ് കഴിയാത്ത ആർക്കും തന്നെ കോൺട്രാക്റ്റിലും എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ 18 വയസ്സ് കഴിയാത്തവരെ നമ്മൾ മൈനർ ആയിട്ടാണ് കണക്കാക്കുക. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ആൻ എഗ്രിമെന്റ് വിത്ത് ആൻ മൈനർ? എന്താണ് എഫക്റ്റ് ഒരു മൈനർ കോൺട്രാക്റ്റിൽ വന്നാൽ അല്ലെങ്കിൽ എഗ്രിമെന്റിൽ വന്നാൽ ഉണ്ടാവാന്ന് വെച്ചാൽ, എ മൈനർ ഇസ് ജനറലി നോട്ട് കോമ്പിറ്റന്റ് ടു കോൺട്രാക്റ്റിലോട്ട് കോമ്പിറ്റന്റ് ആവില്ല. അത് അങ്ങനെ വന്നാൽ ആ കോൺട്രാക്റ്റ് അവിടെ ഇല്ലാതാവും, അതൊരു വോയിഡ് ആയിട്ട് മാറുക ചെയ്യുന്നത്. ഓക്കെ, an agreement entered into by a minor is generally void from the beginning. ആ കോൺട്രാക്റ്റ് വോയിഡ് ആവും. വോയിഡ് എന്ന് പറഞ്ഞാൽ ലോയുടെ എൻഫോഴ്സബിലിറ്റി ഇല്ലാത്തത്. ഓക്കെ, അതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ ആരാണ് സൗണ്ട് മൈൻഡ്? ഓക്കെ, സൗണ്ട് മൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം, അതായത് കേപ്പബിൾ, നോർമൽ ആളുകളെ പോലെ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളെ സൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ് ലോ പ്രകാരം പറയുന്നത്, അക്കോർഡിംഗ് ടു സെക്ഷൻ 12, എ പേഴ്സൺ ഈസ് ഓഫ് സൗണ്ട് മൈൻഡ് for the purpose of making a contract if at the time of making the contract the person is capable of understanding the contract and the forming a rational judgment as to its effect upon his or her interest. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വളരെ എന്തോ വലുതായിട്ട് തോന്നും. ബേസിക്കലി സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നല്ല ഹെൽത്ത് കണ്ടീഷനും നല്ല മെൻ്റൽ സ്റ്റെബിലിറ്റിയും നല്ല ജഡ്ജ്മെൻറ്റും ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ള വ്യക്തികളാണ് സൗണ്ട് മൈൻഡ്. നോർമൽ ഹ്യൂമൻ ബീങ്, ദാറ്റ് ഈസ് സൗണ്ട് മൈൻഡ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇത് ഡെഫിനേഷനായ കാരണമാണ് ഏകദേശം ഈ ഒരു വലിയ ഒരു മീനിങ്ങിൽ വന്നിട്ടുള്ളത്. ദ ഡെഫിനേഷൻ ആണ്, അതാണ് അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി കൺസെൻറ്റ് എന്താ? കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികം വ്യക്തികൾ ഏർപ്പെടുന്ന ഒന്നാണ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു സെക്ഷൻ 13, 2 or more persons are said to consent when they agree upon the same thing in the same sense. ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞ കാര്യത്തെ സെയിം സെൻസിൽ രണ്ടുപേരും എടുക്കുന്നതിനെ നമ്മൾ ഫ്രീ കൺസെൻറ്റ് എന്ന് അല്ലെങ്കിൽ കൺസെൻറ്റ്, രണ്ടുപേരുടെയും ഒരു കൺസെൻറ്റോട് കൂടി നമ്മൾ പറയാറില്ലേ. ആ സെയിം തന്നെയാണ് നമ്മുടെ കോൺട്രാക്റ്റിലും പറയുന്നത്. ഇതിനെ നമ്മൾ കൺസെൻസസ് ആഡ് ഇതം എന്ന് പറയും.
ഈ ഒരു ഏരിയ ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോ. കാരണം നിങ്ങളുടെ ആദ്യത്തെ പാർട്ട് ആയാൽ 3 മാർക്കിന് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന്. നിങ്ങൾക്കത് മനസ്സിലായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ഫ്രീ കൺസെൻറ്റ് എന്താന്ന് നോക്കാം. ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ കോൺട്രാക്റ്റിൽ വോയിഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, നമ്മൾ ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഫ്രോഡ് പരിപാടി കളിച്ചിട്ടോ മിസ്റെപ്രസെൻറ്റേഷൻ കൂടാതെ ആകുന്നതാണ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു സെക്ഷൻ 14 consent is said to be free when it is not caused by coercion, undue influence, fraud, മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് മിസ്റ്റേക്ക്. ഈ ഒരാൾക്ക് നമുക്ക് കിട്ടുന്നതിൽ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒന്നും ആകാതെ വരുന്ന ഒന്നാണ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളിത് ഓൾറെഡി പഠിച്ചൊരു ഏരിയയാണ് വൈഡായിട്ട്, അല്ലേ? നമ്മുടെ കോൺട്രാക്റ്റ് ഓഫ് എലമെൻറ്റിൽ നമ്മൾ വൈഡായിട്ട് പഠിച്ചതാണ് ഇത്രയും ഏരിയാസ്. സോ അതാണ് ഫ്രീ കൺസെൻറ്റ്. സെക്ഷൻ 14 ആണ് ഫ്രീ കൺസെൻറ്റ് പറയുന്നത് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് കൊറേഷൻ. കൊയേഷൻ എന്നൊക്കെ രണ്ട് രീതിയിൽ പ്രൊണൗൺസ് ചെയ്യാറുണ്ട്. സോ കൊയേഷൻ ഇൻവോൾവ്സ് കമ്മിറ്റിംഗ് ഓർ ത്രെട്ടണിങ് ടു കമ്മിറ്റ് ആൻ ആക്ട് ഫോർബിഡൻ ബൈ ദി IPC ഓർ അൺലോഫുള്ളി ഡീറ്റൈനിങ് ഓർ ത്രെട്ടനിങ് ടു ഡീറ്റൈൻ ദി പ്രോപ്പർട്ടി. അതായത് ഒരാളുടെ ഇൻറ്റൻഷൻ ഇല്ലാതെ മറ്റൊരാളെ ത്രെട്ടൈൻ ചെയ്യുക, ആളെ ഒരു എന്താ പറയുക, നിയമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആളെ പ്രോത്സാഹിപ്പിക്കുക, അൺലോഫുള്ളായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെയാണ് കൊറേഷൻ എന്ന് പറയുന്നത്. കമ്മിറ്റ് ചെയ്യുക, ത്രെട്ടനിങ്ങിനൊക്കെ വേണ്ടി കമ്മിറ്റ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക, അങ്ങനെ വരുന്ന കാര്യങ്ങൾ നമ്മൾ കൊയേഷൻ എന്നാണ് പറയുന്നത്. ഇന്ത്യൻ കോൺട്രാക്റ്റ് പ്രകാരം സെക്ഷൻ 15 ആണ് കൊയേഷൻ പറയുന്നത്. സോ ഇതൊന്നും തന്നെ നമ്മുടെ കോൺട്രാക്റ്റിൽ പാടുള്ള കാര്യങ്ങളല്ല. ഇതെല്ലാം തന്നെ കോൺട്രാക്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫാക്ടറാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഓക്കെ, വാട്ട് ഈസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്? എന്താണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്? അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പാർട്ടീസിൻ്റെ പവർ മറ്റൊരു പാർട്ടി ഡൊമിനേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ ഗാർഡിയൻ ആൻഡ് വാർഡ്, റിലേഷൻ ബിറ്റ്വീൻ ഡോക്ടർ ആൻഡ് പേഷ്യൻറ്റ്, അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ വരുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 16 undue influence occurs when one party is in a position to dominate will of other and use that position to obtain unfair advantage. അപ്പം അൺഡ്യൂ ഇൻഫ്ലുവൻസ് മുഖേനയും നമ്മൾ കോൺട്രാക്റ്റിലോട്ട് എൻ്റർ ചെയ്താൽ ആ കോൺട്രാക്റ്റ് അവിടെ ഇല്ലീഗൽ അല്ലെങ്കിൽ വോയിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എക്സാമ്പിൾസും കൂടിയൊക്കെ അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ എക്സാമ്പിൾസും കൂടിയും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് നോക്കി വെക്കണം. ദെൻ മിസ്റെപ്രസെൻറ്റേഷൻ, ഇതൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ കുറച്ചും കൂടി വൈഡായിട്ട് പറഞ്ഞതായിരുന്നു. സോ ഇങ്ങനെ ഒരു 3 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് മിസ്റെപ്രസെൻറ്റേഷൻ. ഇല്ലാത്ത കാര്യത്തിൽ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, ഫോൾസ് ആയിട്ടുള്ള കാര്യത്തെ ട്രൂ ആണെന്ന് നമ്മൾ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ചെയ്യുന്ന ഒന്നാണ് മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ മിസ്റെപ്രസെൻറ്റേഷനും വോയിഡബിൾ ആയിട്ടാണ് വരുന്നത്. കാരണം ഒരിക്കലും അത് കോൺട്രാക്റ്റിന് എൻഫോഴ്സബിൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒന്നായിരിക്കില്ല. ഇതിനടുത്താണ് ഫ്രോഡ് നമുക്കറിയാമല്ലേ. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷൻ ഓഫ് ഡിസീവിങ് അനദർ പാർട്ടി ഓർ ഇൻഡ്യൂസിങ് ദാറ്റ് പാർട്ടി ടു എൻ്റർ ഇൻ ടു കോൺട്രാക്ട്. ഫ്രോഡ് പരിപാടികൾ, നമ്മൾ ഉഡായിപ്പ് പരിപാടികൾ കാണിച്ചിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതും അതും ഇല്ലീഗലാണ്, വോയിഡ് ആണ്, ലോയുടെ എൻഫോഴ്സബിലിറ്റി ഉണ്ടാവില്ല. കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. മേക്കിംഗ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലേ, തെറ്റായിട്ടുള്ള കാര്യത്തെ ശരിയാണെന്ന് കാണിക്കുന്നത് വളരെ കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. കൺസീലിംഗ് എ മെറ്റീരിയൽ ഫാക്റ്റ്, മേക്കിംഗ് എ പ്രോമിസ് വിത്തൗട്ട് ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്, എനി ആക്ട് ഫിറ്റഡ് ടു ഡിസീവ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് ഫ്രോഡിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദെൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് മീൻസ് എറർനെസ്, തെറ്റ് സംഭവിക്കുന്നതൊക്കെ. അത് ഒന്നെങ്കിൽ മാൻമെയ്ഡ് ആയിട്ടും സംഭവിക്കാം, അല്ലെങ്കിൽ മെക്കാനിക്കലിയും നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. സോ മിസ്റ്റേക്കും രണ്ട് തരത്തിലുള്ള മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും ഉണ്ട്, മിസ്റ്റേക്ക് ഓഫ് ലോയും ഉണ്ട്. ദെൻ ഫ്രോഡിൻ്റെയും മിസ്റെപ്രസെൻറ്റേഷൻ്റെയും ഒരു ഡിഫറൻസസ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഓൾറെഡി ഫ്രോഡ് പഠിച്ചു, മിസ്റെപ്രസെൻറ്റേഷനും പഠിച്ചു. സോ അതിൻ്റെ മീനിങ് നിങ്ങൾ ഇവിടെ അങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും
ബെറ്റർ ആയിട്ട് അവിടെ പഠിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. ആ സെയിം ക്വസ്റ്റ്യൻ അടുത്തത് കൊയേഷൻ്റെയും അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെയും ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും എന്താണെന്ന് കൂടി എഴുതി വെച്ചാൽ അതും ഡിഫറൻസ് ആയി. അപ്പോൾ ഡിഫറൻസ് ചോദിക്കുമ്പോൾ ഫസ്റ്റ് രണ്ടിൻ്റെയും മീനിങ് ഇതിൽ തന്നെ മീനിങ് തന്നെ ആദ്യത്തെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. ദെൻ അടുത്ത ഏരിയയാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്ട് നമ്മൾ ഇല്ലാതായി പോകുക. അത് ഒന്നാമത് രണ്ട് പാർട്ടീസിൻ്റെ പെർഫോമൻസ് അക്കംപ്ലിഷ് ചെയ്ത കാരണമാവാം, പാർട്ടീസിൻ്റെ ഡെത്ത് മൂലമായിരിക്കാം, ഇൻസോൾവൻ്റ്, അങ്ങനെ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ആയി പോകുന്നതൊക്കെ. സോ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് മീൻസ് ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ്. കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ടെർമിനേറ്റ് ചെയ്ത് പോവുക. When a contract is discharged, the parties are released from their obligations under the contract. A contract may be discharged by കോൺട്രാക്ട് എങ്ങനെയൊക്കെ ഡിസ്ചാർജ് ആവാം. ഒന്നെങ്കിൽ ആ പെർഫോമൻസ് കംപ്ലീറ്റ് ആയ മൂലം, അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് അവരുടെ മാനുവൽ എഗ്രിമെൻറ്റ് മൂലമാകാം, അല്ലെങ്കിൽ ആ പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണമായിരിക്കാം, അതും അല്ലെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ സമയപരിധി കഴിഞ്ഞ മൂലമോ, അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷനിലോ മൂലമോ, അല്ലെങ്കിൽ ബ്രെച്ച് ഓഫ് കോൺട്രാക്റ്റ് ഒക്കെ മൂലമോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺട്രാക്റ്റ് ഇല്ലാതാവുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോൺട്രാക്റ്റ് ഇല്ലാതാവുന്നതിൻ്റെ മെയിൻ റീസൺസ് ആയിട്ട് പറയുന്നത്. വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസുകളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട്സ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. അടുത്തത് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്, വേരിയസ് മോഡ്സ്. നമ്മൾ ഓൾറെഡി ഇവിടെ മുകളിൽ പറഞ്ഞതിൻ്റെ വിത്ത് എക്സ്പ്ലനേഷൻ സഹിതമാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ സ്റ്റഡി മെറ്റീരിയൽസിൽ എക്സ്പ്ലനേഷൻ സഹിതം പോയിന്റ് വൈസും കൊടുത്തിട്ടുണ്ട് അങ്ങനെ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. അത് തന്നെ സെയിം ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ സഹിതവും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ പ്രോപ്പറായിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്കത് അവിടെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. സോ ഇതൊക്കെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനുള്ള നോട്ട്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ ഒന്ന് നോട്ട്സ് എഴുതിയിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നല്ല വൈഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത കാരണമാണ് ഇപ്പോൾ നമ്മൾ ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെ വേഗം പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കാണാത്തവർ കണ്ടു നോക്കാവുന്നതാണ്. ഇനി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടി ഫെയിൽ ആവുക, അല്ലെങ്കിൽ അത് റെഫ്യൂസ് ചെയ്യുക, കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റില്ല ഒരു ഫെയിൽ ആയിട്ടുള്ള പ്രൊസീജിയറാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സോ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഒക്കേഴ്സ് വെൻ വൺ പാർട്ടി ഫെയിൽസ് or refuse to perform a contractual obligations without lawful justification. ഒരു ലോഫുൾ ജസ്റ്റിഫിക്കേഷൻ ഒന്നുമില്ലാതെ കോൺട്രാക്റ്റിലെ പാർട്ടികൾ തമ്മിൽ റെഫ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഫെയിൽ ആവുക, അതിനെ നമ്മൾ അത് ഡിസ്ചാർജ് അല്ല, സെയിം അതിൻ്റെ കോൺസെപ്റ്റ് തന്നെ. പക്ഷെ അവിടെ ഫെയിൽ ആവുന്ന ഒരു പ്രവർത്തനമാണ്. ഓക്കെ, അതിൻ്റെ കാരണം ഒന്നെങ്കിൽ രണ്ട് തരത്തിലാണ്, ആക്ച്വൽ ബ്രീച്ചും ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചുമാണ് പറയുന്നത്. അതിൽ ആക്ച്വൽ ബ്രീച്ച്, സോ അതും ഒരു ക്വസ്റ്റ്യനായി ചോദിക്കാം. ആക്ച്വൽ ബ്രീച്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ബ്രീച്ച് ഒക്കേഴ്സ് when a party fails to perform the contractual obligations due date or during the performance of the contract. അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് കോൺട്രാക്ട് ഒബ്ലിഗേഷൻ ഡ്യൂ ഡേറ്റ് മൂലം, അല്ലെങ്കിൽ പെർഫോമൻസ് അവിടെ ആ പീരീഡിൽ ഡേറ്റ് കഴിഞ്ഞ കാരണം അവർക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റാത്തത് മൂലം വരുന്നതാണ് ആക്ച്വൽ ബ്രീച്ച്. സോ ആൻറ്റിസിപ്പേറ്ററി എന്ന് പറഞ്ഞാൽ it occurs when a party clearly refuses to perform the contract before the date fixed of performance. ഓക്കെ, അപ്പോൾ ആക്ച്വലും ആൻഡ് അതേപോലെ തന്നെ ആൻറ്റിസിപ്പേറ്ററിയും മീനിങ് ഏകദേശം ഒരു രീതിയിൽ വരുന്ന കാരണം ഇത് കൺഫ്യൂഷൻസ് അവിടെ വരാൻ വേണ്ടി പാടില്ല. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഏരിയയും ഫോക്കസ് ചെയ്ത് പഠിക്കണം. അതിൻ്റെ റെമഡീസുകളൊക്കെ അതും ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ആർ ദ റെമഡീസ് ഫോർ ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. അപ്പം നിങ്ങൾക്ക് പോയിന്റ് പഠിക്കാൻ വേണ്ടി ഇവിടെ പോയിന്റ്സുകൾ വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡാമേജസ്, സ്പെസിഫിക് പെർഫോമൻസ്, ഇഞ്ചക്ഷൻ, റെസിഷൻ, കോണ്ടം മെർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ ഈ ഏരിയകളിൽ നിന്നൊക്കെ തന്നെ മേ ബി 2 മാർക്കിന് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓരോന്നും എന്താണെന്നുള്ളത് വളരെ രീതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ,
ഇനി അത് കൂടായിട്ട് നെക്സ്റ്റ് ഒരു 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ് റെമഡീസ്. ഓക്കെ, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ റെമഡീസ് എന്തൊക്കെയെന്നുള്ളത്. സോ നമ്മളിവിടെ റെമഡീസും കൊടുത്തിട്ടുണ്ട്, ഓരോരോ പോയിന്റുകൾ. ഓക്കെ, അപ്പോൾ ക്വാണ്ടം മെർക്യൂട്ടിൻ്റെ അർത്ഥം എല്ലാവർക്കും ഈ ഒരു ഇതാണ് ഡൗട്ട് വരിക. ക്വാണ്ടം മെർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഹാസ് മച്ച് ഏർണഡ്, ദാറ്റ് ഈസ് അതിൻ്റെ സിമ്പിൾ മീനിങ്. അതായത് ഒരു പേഴ്സണ് ക്ലെയിം ചെയ്യണം റീസണബിൾ എമൗണ്ട്, ആ വർക്കിന് റീസണബിൾ എമൗണ്ട് എത്ര ഏൺ ചെയ്യുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്വാണ്ടം മെർക്യൂട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇനിയും നെക്സ്റ്റ് പാർട്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒറ്റ സ്ട്രൈക്കിൽ നമ്മൾ ചെറിയൊരു ഷോർട്ടായിട്ട് ഏകദേശം ഒരു 10-20 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലാസ്സുകൾ നമുക്ക് ഇനി വരുന്ന വീഡിയോ ക്ലാസ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.